ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ക്രിസ്മസ് പരീക്ഷയിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണ്ട 6ാം ക്ലാസ്സിലെ വിഷയങ്ങളുടെ ക്ലാസ് വീഡിയോസ് ഒക്കെ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച ശങ്കരാചാര്യർ കാശിയിലെത്തി. ഒരു ദിവസം ശിഷ്യരത്ത് മധ്യാഹ്ന കർമ്മത്തിന് പോകുമ്പോൾ 4 നായ്ക്കളുമായി ഒരു ചണ്ഡാളൻ എതിരെ വരുന്നത് കണ്ടു. ഉടനെ ശങ്കരാചാര്യർ മാറിപ്പോ എന്ന് ആക്രോശിച്ചു. ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. എന്റെ ശരീരത്തിലും അങ്ങയുടെ ശരീരത്തിലും ഒഴുകുന്നത് ഒരേ നിറമുള്ള ചോരയാണല്ലോ. പിന്നെന്തിനു മാറിപ്പോകണം എന്ന് ചണ്ഡാളൻ തിരിച്ചു ചോദിച്ചു. ഇത് കേട്ട ശങ്കരാചാര്യർ ആ ചണ്ഡാളന് ശിരസ്സു കുനിച്ച് ഞാൻ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേഷപ്രച്ഛന്നനായി വന്ന ശിവനായിരുന്നത്രേ ആ ചണ്ഡാളൻ. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. വിദ്യകളെല്ലാം അഭ്യസിച്ച് സന്യാസം സ്വീകരിച്ച് ശങ്കരാചാര്യർ എത്തിച്ചേർന്നത് എവിടെ? ഗംഗാതീരത്ത്, കാശിയിൽ, ചെളിക്കുണ്ടിൽ. കാശിയിലാണ് എത്തിച്ചേർന്നത്. ചോദ്യം 2. മാറിപ്പോ എന്ന് ശങ്കരാചാര്യർ ആക്രോശിച്ചത് ആരോട്? ശിഷ്യരോട്, നായ്ക്കളോട്, ചണ്ഡാളനോട്? ചണ്ഡാളനോടാണ് അല്ലെ. ചോദ്യം 3. ചണ്ഡാളനോടൊപ്പം ഉണ്ടായിരുന്നത് ആര്? നായ്ക്കൾ, ശങ്കരാചാര്യർ, ശിഷ്യന്മാർ. നായ്ക്കളാണ്. ചോദ്യം 4. എന്തുകൊണ്ടായിരിക്കാം ശങ്കരാചാര്യർ ചണ്ഡാളന്റെ ശിഷ്യത്വം സ്വീകരിച്ചത്? ചണ്ഡാളന്റെ അനുസരണശീലം കണ്ടിട്ട്, ചണ്ഡാളന്റെ വാക്കുകളിലെ സന്ദേശം ഉൾക്കൊണ്ടിട്ട്, നായ്ക്കൾക്ക് ചണ്ഡാളനോടുള്ള സ്നേഹം കണ്ടിട്ട്. ചണ്ഡാളന്റെ വാക്കുകളിലുള്ള ആശയം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ചോദ്യം 5. ഈ ഗംഗാജലത്തിലും പുറത്തെ ചെളിക്കുണ്ടിലും നിഴലിക്കുന്നത് ഒരേ സൂര്യനാണല്ലോ. ഇത് അർത്ഥമാക്കുന്നത് എന്ത്? പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ചെളിക്കുണ്ട് ഹീനവും ഗംഗ പവിത്രവുമാണ്. പ്രപഞ്ച തേജസ് എല്ലാവരിലും ഒരുപോലെയാണ് എന്നാണ് ഈ വാക്കുകളെ കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രവർത്തനം 2. അനുഭവക്കുറിപ്പ്. ദ ഫിഷ് ആൻഡ് ഐ എന്ന ചെറു സിനിമയുടെ ദൃശ്യരേഖ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ചു വളർത്തുന്ന കുഞ്ഞു മീനുമാണ് ഈ ചെറു സിനിമയിലെ കഥാപാത്രങ്ങൾ. ഇതുപോലെ നിങ്ങളും ജീവികളെ ഓമനിച്ചു വളർത്താറില്ലേ? വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുമില്ല അനുഭവങ്ങൾ. അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് ജിമ്മി. ഞങ്ങളുടെ വീട്ടിലെ വളർത്തു നായയാണവൻ. 2 വർഷം മുൻപ് ഒരു മഴക്കാലത്താണ് അവനെ ഞങ്ങൾക്ക് കിട്ടിയത്. വഴിയിൽ ആരോ ഉപേക്ഷിച്ചതാണ്. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ മുതൽ അവനും ഞങ്ങളുടെ വീട്ടിലെ ഒരംഗമായി. വീട്ടിലെ എല്ലാവരോടും അവൻ ഇഷ്ടമാണെങ്കിലും കുറച്ചു കൂടുതൽ ഇഷ്ടം എന്നോടാണ്. ഞാൻ സ്കൂളിലും മറ്റും പോകുമ്പോൾ അവന് സങ്കടമാണ്. തിരിച്ചെത്തുമ്പോഴുള്ള അവന്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ രണ്ടാളും കൂടി കളിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം കളിക്കിടയിൽ ഓടുമ്പോൾ ഞാനൊന്ന് വീണു. എന്റെ കാൽമുട്ടിൽ ഒരു മുറിവ് പറ്റുകയും അല്പം ചോര പൊടിയുകയും ചെയ്തു. ജിമ്മിക്ക് വളരെ സങ്കടമായി. അവന്റെ മുഖഭാവം കണ്ടാൽ അവൻ കാരണമാണ് ഞാൻ വീണതെന്ന് തോന്നും. അതോടെ അവൻ എന്റെ അടുത്ത് നിന്ന് മാറാതായി. ഒരു നോട്ടം കൊണ്ട് അവൻ എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. ഒപ്പം എന്റെ അടുത്ത് വന്ന് മുട്ടിയുരുങ്ങി നിൽക്കും. ആ മുറിവ് കരിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായതെന്ന് എനിക്ക് തോന്നി. ഞാൻ വിഷമിക്കുന്നതോ എന്നെ ആരും വഴക്ക് പറയുന്നതോ അവൻ ഇഷ്ടമില്ലായിരുന്നു. പ്രവർത്തനം 3. നോട്ടീസ്. നിങ്ങൾ മൊബൈൽ ക്യാമറയിൽ എടുത്ത ഫോട്ടോകളും വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തി ക്ലാസ് ടീച്ചറിന്റെ സഹായത്തോടെ ഒരു പ്രദർശനം സംഘടിപ്പിക്കാം. അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനായി ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഒരു ബോർഡർ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നോട്ടീസ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. പിന്നെ അതിൽ നിങ്ങൾ പരിപാടി സംഘടിപ്പിക്കുന്ന സ്ഥലം, അതുപോലെ സമയം, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഗവൺമെന്റ് UP സ്കൂൾ ചീരഞ്ചിറ. പ്രിയരെ, ഗവൺമെന്റ് UP സ്കൂൾ ചീരഞ്ചിറയിലെ 6ാം ക്ലാസ് B ഡിവിഷനിലെ കുട്ടികൾ ഒരു ഫോട്ടോ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു. ക്ലാസ്സിലെ കുട്ടികൾ മൊബൈൽ ക്യാമറയിലെടുത്ത ഫോട്ടോകളും വരച്ച ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2025 ഒക്ടോബർ 10 ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 4:30 വരെയാണ് പ്രദർശനം. ഏവരെയും ഫോട്ടോ ചിത്ര പ്രദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് ക്ലാസ് ടീച്ചർ രമ മോഹൻ, ക്ലാസ് ലീഡർ മിഥുൻ മാത്യു. സ്ഥലം ചീരഞ്ചിറ. തീയതി 30/9/2025. പ്രവർത്തനം 4. സിനിമയ്ക്കൊരു പോസ്റ്റർ. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ്. പ്രചരണത്തിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കൂ.
പോസ്റ്റർ നിർമ്മിക്കുമ്പോഴും ഒരു ഔട്ടർ ലൈൻ ബോർഡർ വരച്ചു കൊടുക്കുക. പിന്നെ ഗവൺമെന്റ് യു പി സ്കൂൾ ഇലഞ്ഞിത്തറ കാര്യങ്ങൾ എഴുതുക. സിനിമാ പ്രദർശനം സിനിമ ദ ഫിഷ് ആൻഡ് ഐ, സംവിധാനം ബാബക് ഹബീബിഫ, സ്ഥലം ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയം ഇലഞ്ഞിത്തറ, തീയതി 26/9/2025, സമയം 4 മണി, വൈകുന്നേരം 4 മണി. ഏവർക്കും സ്വാഗതം. പ്രവർത്തനം 5 പത്രവാർത്ത. സിനിമാ പ്രദർശനത്തിനു ശേഷം അതിനെക്കുറിച്ചൊരു വാർത്ത തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുമല്ലോ. അതിനായുള്ള ഒരു പത്രവാർത്താ റിപ്പോർട്ട് തയ്യാറാക്കുക. പത്രവാർത്ത എഴുതുമ്പോഴും ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. പിന്നെ അതിനൊരു തലക്കെട്ട് കൊടുക്കണം. പിന്നെ നടക്കുന്ന സ്ഥലം എവിടെയാണോ അത് എഴുതിയ ശേഷം നടന്ന കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ എഴുതുക, കഴിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ എഴുതുക. കണ്ണഞ്ചിപ്പിക്കും ഈ ദി ഫിഷ് ആൻഡ് ഐ. ചീരഞ്ചിറ. ഗവൺമെന്റ് യു പി സ്കൂൾ ചീരഞ്ചിറ 6ാം ക്ലാസ് ബി ഡിവിഷനിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു ചിത്ര പ്രദർശനം നടത്തിയിരിക്കുന്നു. ക്ലാസ്സിലെ തന്നെ കുട്ടികൾ മൊബൈൽ ഫോണിൽ എടുത്ത ഫോട്ടോകളും അവർ വരച്ച ചിത്രങ്ങളുമാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത്. പ്രകൃതി കാഴ്ചകളും ജീവിത കാഴ്ചകളും പകർത്തിയവയാണ് ഓരോ ചിത്രവും. കുട്ടികളുടെ സർഗാത്മക വാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരം ഉദ്യമങ്ങൾക്ക് സാധിക്കും. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാവിധ പിന്തുണയും കുട്ടികൾക്കുണ്ടായിരുന്നു. പ്രദർശനം കാണാൻ നിരവധി പേരെത്തി. പ്രവർത്തനം 6 ആസ്വാദനക്കുറിപ്പ്. നമുക്കൊരു കവിത തന്നിട്ടുണ്ട്, നോക്കൂ. ഗ്രീഷ്മത്തിലെല്ലാം കരിഞ്ഞു പോകുമ്പോഴും ഗ്രാമം സമൃദ്ധമായി നിന്നിടുന്നു. തെങ്ങും കവുങ്ങും മുളകുകൊടികളാൽ തൊങ്ങലണിയിച്ച പാഴ്മരവും ചേനയും ചീരയും വാഴയും മത്തനും ചേമ്പും കരിമ്പും പടവലവും പ്ലാവും പനയും പുളിമരവും കടപ്ലാവും ഇലയും പറങ്കിമാവും മാവും മുരിങ്ങയും മറ്റു മരങ്ങളും മുറ്റിത്തഴയ്ക്കുന്ന ഭൂപ്രദേശം. ദൂരത്തു നിൽക്കിലും കാണാമഴകുറ്റ പച്ചത്തഴപ്പും പനന്തലപ്പും. കർഷകനാണീ അഴകു തുളുമ്പുന്ന പച്ചത്തഴപ്പിന്റെ നെയ്ത്തുകാരൻ. തന്മെയ് വിയർപ്പിനാൽ ജീവിതം നൽകിയും പ്രത്യാശകൾ കൊണ്ടുയിർ കൊടുത്തും പറ്റാതെ വാടിക്കരിയാതെ നിർത്തുന്നു കർഷകനെന്നും ഈ ഗ്രാമഭംഗി. പി മധുസൂദനന്റെ കർഷകൻ എന്നുള്ള കവിതയിൽ നിന്നുള്ളതാണ്. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ അത് വായിച്ചാൽ തന്നെ അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് അല്ലെ. കൃഷിയെ കുറിച്ച്, കർഷകനെ കുറിച്ചുള്ള ഒരു കവിതയാണ്. നോക്കൂ, ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കൂ. മലയാളത്തിലെ പ്രിയ എഴുത്തുകാരൻ പി മധുസൂദനൻ എഴുതിയ കർഷകൻ എന്ന കവിതയാണ് തന്നിട്ടുള്ളത്. കർഷകൻ ഭൂമിക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും അതിലൂടെ നമ്മുടെ ഗ്രാമഭംഗി എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നുമുള്ള വലിയ സന്ദേശമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗ്രീഷ്മം കഴിഞ്ഞ് എല്ലാം കരിഞ്ഞു പോകുമ്പോഴും ഗ്രാമം സമൃദ്ധമായി നിന്നിടുവാൻ തെങ്ങും കവുങ്ങും മുളകും തുടങ്ങിയ എല്ലാ കൃഷിരീതിയും ഒത്തിണക്കി ഭൂമിയെ വീണ്ടും ഊർജ്ജസ്വറ്റതാക്കുന്നത് കർഷകനാണ്. പച്ചത്തഴപ്പിന്റെ നെയ്ത്തുകാരൻ എന്ന പ്രയോഗമാണ് ഇവിടെ കർഷകനെ കുറിച്ച് പറയുന്നത്. പച്ചപ്പ് കൊണ്ടുവരണമെങ്കിൽ കർഷകൻ തന്നെ വിചാരിക്കണം. കർഷകന്റെ വിയർപ്പിന്റെ പ്രത്യാശകളാണ് ഭൂമിയെ മനോഹരമാക്കുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ ആശയത്തെ വ്യക്തതയോടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ കവിതയിലൂടെ. ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയും ആശയവും കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാട്ടോ മക്കളെ ഈ ചോദ്യപേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോട്ടീസും പോസ്റ്ററും പിന്നെ അതുപോലെ പത്രവാർത്തയും ഒക്കെ കേട്ടോ. അതുപോലെ ആസ്വാദനക്കുറിപ്പും ശ്രദ്ധിക്കുക. നമുക്ക് പുറത്തുനിന്നുള്ള ഒരു പാഠമായിരിക്കും തരിക. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മറ്റു ചോദ്യപേപ്പറുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്